जूते पहनाए जा रहे थे, बेडशीट बांटी जा रही थी। चुनाव वाले दिन ഇന്നലെ ഇതിൽ തെളിവ് ചോദിച്ചു, കേജ്രിവാളിന്റെ വസതിയിലേക്ക് പോകുന്നു, പക്ഷേ കേജ്രിവാൾ മാത്രമല്ല 15 കോടി രൂപയാണ് MLA-മാർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് തെളിവ് കാണിക്കാൻ പറ്റില്ല. BJP ജയിക്കുകയാണെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ആരോപണം റെഡിയല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് 10 സൂചന കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. വോട്ടിംഗ് മെഷീൻ ഓപ്പറേഷൻ ലോട്ടസ് എന്നുള്ളത് BJP-യുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണല്ലോ. അതിനകത്ത് ആർക്ക് സംശയമില്ലല്ലോ സുജിയ, അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ വോട്ടിംഗ് മെഷീനിൽ തിരിമറി എന്നുള്ളത് വരുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതിനേക്കാൾ കൂടുതൽ വരാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് MLA-മാരെ വിലക്കെടുത്തു, ഓപ്പറേഷൻ ലോട്ടസ് ആയിരിക്കും വരിക. അതാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഡിഫൻസ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇതിനകം തന്നെ 15 കോടി രൂപയുമായി 24ഓളം MLA-മാരെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. രാവിലെ ആപ്പിലെ നേതാക്കളുടെ പ്രതികരണത്തിലെ ആത്മവിശ്വാസം എത്രത്തോളം? ഇന്നിപ്പോ അതിർഷിയുടെ ആത്മവിശ്വാസമുണ്ട്. അതിർഷി പറയുന്നത് സർക്കാർ രൂപീകരിക്കും, അരവിന്ദ് കെജ്രിവാൾ 4ാം തവണയും മുഖ്യമന്ത്രിയാകുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷേ അത് 2020-ലോ 15-ലോ ആത്മവിശ്വാസം പോലെ ഇല്ല. കാര്യം അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീ വോട്ടർമാർ എന്ന് പറയുന്നത് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവരുടെ മൈൻഡ് എങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളത്. ദളിത്, SC വോട്ടുകൾ, അതേപോലെ മുസ്ലിം വോട്ടുകൾ, ഈ 4 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എക്സിറ്റ് പോളിൽ കൃത്യമായി സ്ത്രീ വോട്ടർമാർ വളരെ നിശബ്ദമായിട്ട് വോട്ട് ചെയ്ത് പോകുന്നവരാണ്. അവരൊന്നും എക്സിറ്റ് പോളുകളുടെ സമയത്ത് ആളുകളോട് പ്രതികരിക്കാൻ സാധ്യതയില്ലാത്തവരാണ്. അതേപോലെ ദളിത് വോട്ടർമാർ, അവരെ നിങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല. പലയിടങ്ങളിൽ അവരൊക്കെ അപ്രത്യക്ഷ, ഇൻവിസിബിൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ചേരി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യര് വളരെ സൈലന്റായി നിശബ്ദമായി മടങ്ങിപ്പോകും. ഇനി 11 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. 8:15 പോസ്റ്റൽ ബാലറ്റ് വരും. നമ്മൾ എല്ലാ ചാനലുകളും 8:10 ആകുമ്പോഴേക്ക് തന്നെ 1, 2, 3 എന്നൊക്കെ നമ്പർ കൊടുക്കും. ആക്ച്വൽ റിസൾട്ടാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് റിപ്പോർട്ടർ TVയിൽ തന്നെ പ്രേക്ഷകർ തുടരുക. 19 കേന്ദ്രങ്ങളിൽ നിന്ന്, കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അണമുറിയാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞു. പി. സുനിൽ, ജോയ്സ് ഡാനിയൽ, ഒപ്പം നോബിൾ മാരിക്കാരൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ സ്റ്റുഡിയോയും അലേർട്ടായി കഴിഞ്ഞിരിക്കുന്നു. പ്രാദേശിക ചാനലുകളിൽ നിന്നുള്ള വിവരങ്ങൾ, 19 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫീഡുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതാത് സമയത്ത് പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയും ചെയ്യും. ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടിയുണ്ട്. എന്തായാലും മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മണിക്കൂറിൽ എന്തും സംഭവിക്കാമെന്ന നിലയിലേക്കാണ് അവസാന നിമിഷം വരെയും അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മദ്യനയ അഴിമതി കേസും ശീഷ മഹലുമായിരുന്നെങ്കിൽ പിന്നീട് യമുനയിലെ വിഷലിപ്തമാക്കിയ ആര് എന്ന ചോദ്യമടക്കം നമ്മൾ കണ്ടു. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ കണ്ടു. രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കണ്ടു. അത്യന്തം നാടകീയമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ, തീപാറിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ താമര വിരിയുമോ അതല്ല ആപ്പ് 4ാം തവണയും ചൂലെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നോബലുണ്ട്.